ഹായ് ഓൾ, സേവന ഇൻഫോയുടെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ റേഷൻ കാർഡ് ഇപ്പോൾ APL കാർഡിൽ നിന്നും BPL കാർഡിലേക്ക് മാറ്റാനുള്ള അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അപേക്ഷിക്കുക, അതുപോലെ തന്നെ എന്തെല്ലാം രേഖകളാണ് ഇതിന് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്ത് നിന്ന്, അതായത് നമ്മുടെ വീട് 1000 സ്ക്വയർ ഫീറ്റ്, അതായത് സ്ക്വയർ ഫീറ്റിന് താഴെ എന്നുള്ള 1000 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള സത്യവാങ്മൂലം, അതൊരു സാക്ഷ്യപത്രം നമ്മൾ സെക്രട്ടറിയുടെ അടുത്ത് നിന്ന് വാങ്ങണം. അതുപോലെ തന്നെ 2025-2026 വർഷത്തെ ലാൻഡ് നികുതി അടിച്ച റെസിപ്റ്റ് വേണം. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കണം, അതെല്ലാവർക്കും ബാധകമാണ്. അതുപോലെ തന്നെ SC/ST വിഭാഗക്കാരാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ വെക്കണം. അതുപോലെ ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ജീർണ അവസ്ഥയിലുള്ള വീടുള്ളവർ, അതുപോലെ വൈദ്യുതി, കുടിവെള്ളം, കക്കൂസ് എന്നിവ ഇല്ലാത്തവർ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം, പിന്നെ അതുപോലെ പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ ക്ഷേമനിധി അംഗത്തിൻ്റെ പാസ്, ബുക്കിൻ്റെ പകർപ്പ്, അതുപോലെ തന്നെ മാരക രോഗമുള്ളവരാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് അവയെല്ലാം നമ്മൾ ഈ അപേക്ഷയുടെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു മുൻഗണന കിട്ടും. ഓക്കെ, അങ്ങനെ മുൻഗണന കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് BPL പെട്ടെന്ന് ആകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത് അപേക്ഷിക്കുമ്പോൾ വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇത് അപേക്ഷിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം, ലൈവായിട്ട് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതിനായി നമ്മൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം സിവിൽ സപ്ലൈസ് എന്ന് എൻ്റർ ചെയ്യുക. അതിൽ രണ്ടാമത്തെ ലിങ്ക് സിറ്റിസൺ ലോഗിൻ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ നമ്മുടെ റേഷൻ കാർഡിലുള്ള ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ ആധാറും അതുപോലെ റേഷൻ കാർഡ് നമ്പറും ഉപയോഗിച്ചാണ് നമ്മൾ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ ആധാർ നമ്പർ അതിൽ എൻ്റർ ചെയ്യുക. ആധാറിൻ്റെ കോളത്തിൽ ആധാർ നമ്പർ, ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ റേഷൻ കാർഡിൻ്റെ നമ്പറും എൻ്റർ ചെയ്യുക. ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ ആധാർ നമ്പറാട്ടോ നമ്മൾ യൂസർ ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം റേഷൻ കാർഡ് നമ്പറും എൻ്റർ ചെയ്യുക. റേഷൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. റേഷൻ കാർഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അഗ്രിയിൽ ടിക്ക് ഇട്ടിട്ട് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അംഗത്തിൻ്റെ പേര്, നെയിം എന്നുള്ള അതിൽ കാണിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു യൂസർ ID കൊടുക്കുക. യൂസർ ID കൊടുക്കുമ്പോൾ അതിൽ മുന്നേ ചെയ്ത ആളുകളുടെ ആരുടെയെങ്കിലും യൂസർ ID ഉണ്ടെങ്കിൽ അപ്പോൾ അത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ ഭാവിയിൽ നമുക്ക് ഇനി എന്തെങ്കിലും റേഷൻ കാർഡിൻ്റെ സർവീസുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉപകരിക്കും. അപ്പോൾ കറക്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ കൊടുത്തിട്ടൊന്ന് ലോഗിൻ ചെയ്യുക, ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പാസ്വേഡ് തന്നെ കൊടുക്കുക. എന്നാൽ ഭാവിയിൽ നമുക്ക് റേഷൻ കാർഡിൻ്റെ എല്ലാ സർവീസുകളും ഇതുപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ യൂസർ ID നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം പാസ്വേഡ് എപ്പോഴും ഓർമ്മിക്കുന്നൊരു പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം മെയിൽ ID കൊടുക്കണം. മെയിൽ ID ഏത് മെയിൽ ID, ജസ്റ്റ് ഒരു മെയിലിൽ നമ്മൾ അപ്പോൾ കിട്ടുന്ന എന്തെങ്കിലും ഒരു മെയിൽ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി അടിച്ചിട്ടാൽ മതി. ഒറിജിനൽ ID ആണെന്നില്ല, എന്തെങ്കിലും ഒരു മെയിൽ ID, അത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല. മെയിനായിട്ട് യൂസർ IDയും പാസ്വേഡും നമുക്ക് ഓർമ്മ ഉണ്ടായാൽ മതി. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പറും, അതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ കൊടുത്താൽ മതി. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ID ക്രിയേറ്റ് ആയി കഴിയും. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് കാണിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ അത് ലോഗിൻ ചെയ്യാൻ പോവാണ്. ആ യൂസർ ID നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ യൂസർ ID കറക്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്ത് ക്യാപ്ച എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്താൽ മതി. ഓക്കെ, ഞാനിവിടെ യൂസർ ID എൻ്റർ ചെയ്ത് പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, പാസ്വേഡ് എൻ്റർ ചെയ്ത് ക്യാപ്ച എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്യുകയാണ്. ഓക്കെ, സൈൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ ഇൻ്റർഫേസിൽ വന്നു. റേഷൻ കാർഡിൻ്റെ സൈനിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം കണ്ടോ കാർഡ് കൺവേർഷൻ, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. കാർഡ് കൺവേർഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ കാർഡ് നമ്മൾ ആദ്യമായിട്ട് കൊടുത്ത എല്ലാ ഡീറ്റെയിലും അവിടെ വരും. അതെല്ലാം ഓക്കെ ആണെന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്യുക. എല്ലാം ഓക്കെ ആണോ, നമ്മുടെ റേഷൻ കാർഡിന് പുതിയതായിട്ട് കൊടുത്തപ്പോഴുള്ള എല്ലാം അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അതൊന്ന് കൺഫേം ചെയ്യണം നമ്മൾ.
നമ്മളിപ്പോൾ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നമ്മുടെ BPLൻ്റെ നമ്പർ ഉണ്ടാവും. ആ നമ്പർ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ അറ്റാച്ച് ചെയ്യണം. BPL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറി തരുന്ന സത്യവാങ്മൂലമാണ്. അതേപോലെ 1000 സ്ക്വയർ ഫീറ്റിന് താഴെയാണെന്നുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം. ഓക്കെ, അതെല്ലാം നമ്മളതിൽ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ BPL സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ അടിക്കാനുള്ള കോളുണ്ട്. അതെല്ലാം നമ്മൾ കറക്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ സേവ് കൊടുത്ത് ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ജസ്റ്റ് അടിയിൽ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. ഓക്കെ, അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. അറ്റാച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് സേവ് കൊടുത്താൽ അത്രയേ ഉള്ളൂ. അത് സബ്മിറ്റ് ആവും, ടോട്ടലി സബ്മിറ്റ് ആവും. ഓക്കെ, സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഇതുപോലെ നോക്കി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും ഇത് അപ്രൂവ് ആയിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.